ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദി ഇന്തോനേഷ്യയിലെത്തി. മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ഇന്തോനേഷ്യ ഒരുക്കിയത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ട് വിമാനത്താവളത്തിലെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ഇടപാടിൽ നിർണായക കരാറുകൾ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ. ഇന്തോനേഷ്യ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച അസ്ത്ര മിസൈലുകൾ ഇന്തോനേഷ്യ വാങ്ങുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ആയുധമാണിത്. കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും വാങ്ങാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാൻ ഇന്തോനേഷ്യ തീരുമാനിച്ചിരുന്നു. കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും വിക്ഷേപണികളും വാങ്ങാനാണ് നിലവിൽ ഇന്തോനേഷ്യയുടെ തീരുമാനം. ഇന്തോനേഷ്യയിലെ അപൂർവ ധാതുക്കളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിക്കൽ അടക്കമുള്ള ധാതുക്കൾ കൂടുതലായി വാങ്ങാൻ ഇന്ത്യ ചർച്ച നടത്തും. ഈ മേഖലയിൽ നിക്ഷേപത്തിനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ ഇന്തോനേഷ്യക്ക് നൽകുക, സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖല ശക്തമാക്കുക എന്നിവയാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റും നടത്തിയ ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങൾ. സാങ്കേതിക വിദ്യ, നിർണായക ധാതുക്കൾ, ഭക്ഷ്യസുരക്ഷാ മരുന്നുകൾ, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഏകദേശം 12 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യ മുൻപ് വിയറ്റ്നാം, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുമായി ബ്രഹ്മോസ് വാങ്ങാനുള്ള കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. തുടർന്നാണ് ഇന്തോനേഷ്യയുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാർ ഒപ്പിട്ടത്. ഇന്തോനേഷ്യക്ക് എത്ര ബ്രഹ്മോസ് മിസൈലുകൾ നൽകുമെന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്തോനേഷ്യയിൽ സ്റ്റീൽ, നിക്കൽ, റയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്നിവയുടെ നിർമ്മാണ മേഖലയിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചു. 2018 രൂപീകരിച്ച ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കീഴിൽ വ്യാപാരവും സുരക്ഷാ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ജക്കാർത്തയിലെത്തിയത്. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ നിന്നും പുറപ്പെട്ടത്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് യാത്ര.